So, addition solve here. Find the moment of resistance of a singly reinforced RCC beam of 200 millimeter width and 400 millimeter effective depth, reinforced with 4 bars of 16 millimeter diameter of grade Fe415. Use M20 concrete. This again ഒരു analysis question ആണ്. ഇത് നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ നമ്മളിതിനെ ഡീൽ ചെയ്യണം. ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫിഗർ വരയ്ക്കുക. ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ, ഒരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമാണ് ഓഫ് വിഡ്ത്ത് 200 millimeter ആൻഡ് ഇഫക്റ്റീവ് ഡെപ്ത്ത് എത്രയാണ്? 400 millimeter. ഇനി എത്ര ബാറാണ്? 4 bars ഓഫ് 16 mm ഡയ ആണ് തന്നിരിക്കുന്നത്. 4 bars ഓഫ് 16 mm ഡയ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റ് ഡീറ്റെയിൽസ് എഴുതുക. ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ ഈസ് 415 Nm/mm². Strength of concrete is 20 Nm/mm². Okay. So, analysis ചെയ്തു തുടങ്ങാം. ആദ്യം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. XU is equal to 0.87 Fy AST divided by 0.36 FCK B. ഇവിടെ Fy അറിയാം, FCK അറിയാം. Width of the beam is 200 millimeter. AST കണ്ടുപിടിക്കാം. B is 200 millimeter. AST എത്രയാണ്? 4 bars of 16 mm diameter. എത്രയും millimeter². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.87 into 415 into 4 bars of 16 mm dia 4 into pi by 416 square divided by 0.36 into FCK 20 into width 200 millimeter. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 201.7 millimeter. ഇതാണ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം? XU max കണ്ടുപിടിക്കണം. ടു ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് സെക്ഷൻ. XU max കണ്ടുപിടിക്കാൻ XU max is equal to, from page number 70, for Fe415 grade steel, XU max is equal to 0.48 times effective depth for Fe415 grade steel. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.48 into effective depth is 400. എത്ര കിട്ടും? 192 millimeter square. അതും കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? Now compare XU and XU max. XU is greater than XU max. So here, since XU is greater than XU max, എന്ത് സെക്ഷൻ ആണ്? This is an over reinforced section. Over reinforced section. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഒരിക്കലും ഈ ഇക്വേഷൻ ഓഫ് ഫൈൻഡിങ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഫോർ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ നമ്മൾ ആക്ച്വൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ സിൻസ് ഫോർ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ steel may not have yielded. So stress in steel is less than 0.87 Fy. Okay, so നമുക്ക് സ്റ്റീലിലെ സ്ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് ആക്ച്വൽ സ്ട്രെസ് വാല്യൂ കണ്ടുപിടിക്കണം. സോ ആക്ച്വൽ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് അടുത്തത് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആയതുകൊണ്ട്
സ്റ്റീൽ ഒരിക്കലും ഈൽഡ് സ്ട്രെസ് അറ്റൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആക്ച്വൽ സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സോ സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ FST കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കണം. ഈ FST എവിടെ നിന്ന് കിട്ടും? FST കിട്ടണമെങ്കിൽ സ്ട്രെയിൻ അറിയാമെങ്കിൽ മാത്രമേ സ്റ്റീലിലെ സ്ട്രെസ് അറിയാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് സ്ട്രെയിൻ ഇൻ സ്റ്റീൽ അറ്റ് ദ ടെൻഷൻ സൈഡ് കണ്ടുപിടിക്കണം. ഇതാദ്യം കണ്ടുപിടിച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് സ്ട്രെസ് കിട്ടും. സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ട്രെയിൻ അറിയാമെങ്കിൽ സ്ട്രെസ് എവിടെ നിന്ന് കിട്ടും? സ്റ്റീലിൻ്റെ ഡിസൈൻ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ കോൺക്രീറ്റ് സെക്ഷൻ വരയ്ക്കുക. സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ കോൺക്രീറ്റ് സെക്ഷൻ വരയ്ക്കുക. സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഓൾവേസ് ലീനിയർ ആണെന്ന് നമുക്കറിയാം. അറ്റ് ലിമിറ്റ് സ്റ്റേറ്റ് സ്ട്രെയിൻ അറ്റ് ദ ലെവൽ ഓഫ് കോൺക്രീറ്റ് എത്രയാണ്? 0.0035. ഓക്കെ, സ്ട്രെയിൻ അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ എത്രയാണ് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. എപ്സിലൺ ST കണ്ടുപിടിക്കണം. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? ദിസ് ഈസ് XU. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? ഇത് ടോട്ടൽ ഇഫക്റ്റീവ് ഡെപ്ത് ആണ് D. അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണ്? ദിസ് ഈസ് D മൈനസ് XU. ഓക്കെ, ഇതറിയാമല്ലോ. ഇനി നമുക്ക് ഇത് വെച്ച് ഒരു സിമിലർ ട്രയാങ്കിൾസ് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിളും ദീസ് ആർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആൻഡ് ദേ ആർ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ tan of these angles should also be equal. So tan of this angle എത്രയാണ്? 0.0035 divided by XU, opposite side by adjacent side. So tan of this angle is 0.0035 divided by XU ആണ് ഈ ആംഗിളിൻ്റെ ടാൻജൻറ്റ്. ഇനി അടുത്ത ഈ ആംഗിളിൻ്റെ ടാൻജൻറ്റ് എത്രയാണ്? എപ്സിലൺ ST divided by D minus XU. എപ്സിലൺ ST divided by D minus XU. ഓക്കെ, സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണ്. ടാൻജൻറ്റ് ഓഫ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ടാൻജൻറ്റ് ഓഫ് ദിസ് ആംഗിൾ ബിക്കോസ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് എപ്സിലൺ ST ഈസ് ഈക്വൽ ടു 0.0035 ഇൻറ്റു D minus XU divided by XU. ഓക്കെ, സോ ഇതിൽ നിന്ന് എപ്സിലൺ ST ഓർ സ്ട്രെയിൻ അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഏത് വാല്യൂ ഓഫ് XU ആണ് എടുക്കേണ്ടത്? സോ അസ്യൂം, നമുക്കിവിടെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് അറിയില്ല, അത് കണ്ടുപിടിക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ അസ്യൂം ചെയ്യുക. എത്രയാണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യണം. അസ്യൂം XU ഈസ് ഈക്വൽ ടു, നമുക്ക് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചപ്പോൾ ഈ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷനിലെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് 201.7 ആണ് കിട്ടിയത്. ഓക്കെ, പക്ഷേ XU മാക്സ് എന്ന് പറയുന്നത് 192 mm² എന്ന് പറഞ്ഞാണ് കിട്ടിയത്. സിൻസ് ദിസ് ഈസ് ആൻ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ, ഈ XU തെറ്റാണ്. ഈ XU ബാലൻസ്ഡ് സെക്ഷൻ ആണെന്നും നമുക്കറിയാം. അപ്പോൾ ഇതിനും ഇടയ്ക്കുള്ള ഏതോ ഒരു XU വാല്യൂ ആണ്. സോ അത് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ രണ്ട് XU വാല്യൂസിൻ്റെയും ആവറേജ് ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ 201 XU is equal to 201.70 പ്ലസ് 192 ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെയും ഈ രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ള ഏതോ ഒരു വാല്യൂ ആണ് ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. സോ അത് കണ്ടുപിടിക്കുകയാണ്. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് അറൗണ്ട് 197 millimeter എന്ന് കിട്ടും. ഓക്കെ, 197 millimeter എന്ന് കിട്ടും. ഈ വാല്യൂ ഓഫ് XU വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് we get epsilon ST is equal to 0.0035 into D. What is D? Effective depth D എന്ന് പറഞ്ഞത് ഇവിടെ എത്രയാണ്? D 400 millimeter ആണ്. ഓക്കെ, 400 millimeter ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 400 minus 197 divided by 197. ഓക്കെ, സോ ഇത് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 0.0036 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഓക്കെ, സോ സ്ട്രെയിൻ അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.00
36 എന്നുള്ള ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് സ്ട്രെയിൻ വാല്യൂ കിട്ടി. ഇനി സ്ട്രെസ് വാല്യൂ FST കറസ്പോണ്ടിങ് ടു ദിസ് സ്ട്രെയിൻ കണ്ടുപിടിക്കണം. അതിനെന്ത് വേണം? നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് സ്റ്റീൽ വേണം. അതിനാണ് നമ്മൾ SP16 ചാർട്ടിലെ പേജ് നമ്പർ 5 നോക്കുന്നത്. അവിടെ ഫിഗർ 3-ൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഡിസൈൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഇനിഷ്യൽ പോർഷൻ എല്ലാത്തിനും സെയിം ആണ്. ഇതൊരു ഡിസൈൻ കർവാണ് ഫോർ FE 415 ഗ്രേഡ്. ഇത് ക്യാരക്ടറിസ്റ്റിക് കർവ് ഫോർ FE 415 ഗ്രേഡ്. ഇത് FE 500 ഗ്രേഡിൻ്റെ ഡിസൈൻ കർവ്. ഇത് FE 500 ഗ്രേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ്. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഡിസൈൻ കർവുകളെ എടുക്കാവൂ. ഓക്കെ, ഡിസൈൻസ് ആണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഡിസൈൻ കർവ് എന്ന് വേണം വാല്യൂസ് ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 0.0036 എന്ന് പറയുമ്പോൾ ഇതാണ് 0.003, ഇത് 0.004, അപ്രോക്സിമേറ്റ്ലി ഇതായിരിക്കും 0.0036. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 355 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, 355 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അത് ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ FST സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ ഈസ് 355 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീലായി. ഇനി ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഇനി കണ്ടുപിടിക്കാമല്ലോ. XU ഈസ് ഈക്വൽ ടു, നമുക്കറിയാം XUൻ്റെ ഒറിജിനൽ എക്സ്പ്രഷൻ XU ഈസ് ഈക്വൽ ടു 0.87 FyAST ഡിവൈഡഡ് ബൈ 0.36 FCKB. അതിൽ 0.87 FY എന്നുള്ള സ്ട്രെസ്സ് അത് സ്റ്റീലിൽ ഈൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പകരം എന്താണ് ഇക്വേഷൻ? 0.87 FYക്ക് പകരം നമ്മൾ എന്ത് സ്ട്രെസ്സാണ് കൊടുക്കുന്നത്? FST ആണ് കൊടുക്കുന്നത്. സോ FST ഇൻറ്റു AST, ഓക്കെ, ഡിവൈഡഡ് ബൈ 0.36 FCKB. അതാണ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇത്. XU ഈസ് ഈക്വൽ ടു FST ഇൻറ്റു AST ഡിവൈഡഡ് ബൈ 0.36 FCKB. ഓക്കെ, മറന്നു പോകരുത്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനോ അല്ലെങ്കിൽ ബാലൻസ്ഡ് സെക്ഷനോ ആയിരുന്നെങ്കിൽ FSTയുടെ സ്ഥാനത്ത് 0.87 FY വന്നേനെ. ഇവിടെ ദിസ് ഈസ് ആൻ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. സോ FST AST ഡിവൈഡഡ് ബൈ 0.36 FCKB ഇതിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 355 ഇൻറ്റു 4π/4 ഇൻറ്റു 16 സ്ക്വയർ, ഓക്കെ, ഡിവൈഡഡ് ബൈ 0.36 FCK ഇൻറ്റു B എത്രയാണ്? 200. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കിട്ടും? 198 മില്ലിമീറ്റർ. ഓക്കെ, 198 മില്ലിമീറ്റർ എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തത് 197 മില്ലിമീറ്റർ ആയിരുന്നു. ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് കിട്ടിയത് 198 മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അസ്യൂം ചെയ്തത് അത് തന്നെയാണ് കിട്ടേണ്ടത്. പക്ഷേ ഏകദേശം അതിനടുത്തുള്ള വാല്യൂ കിട്ടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ വാല്യൂ ഓഫ് XU, ലെറ്റസ് ഫൈനൽ വാല്യൂ ഓഫ് XU ഈസ് അസ്യൂംഡ് ആസ് ആവറേജ് ഓഫ് ദീസ് ടു വാല്യൂസ്, ദാറ്റ് ഈസ് 197 plus 198 divided by 2 equal to 197.50 millimeter. Okay, 197.50 millimeter is the depth of neutral axis for the over reinforced section. മനസ്സിലായല്ലോ? അപ്പോൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കിട്ടിയല്ലോ. ഒരു കാര്യം കൂടെ പറയാം. നമുക്കിവിടെ കിട്ടിയ XU വാല്യൂ ഇതിനടുത്തായതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തത്. പകരം നമ്മുടെ XU വാല്യൂ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ 200 അല്ലെങ്കിൽ 200 മുകളിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ ഇതിനെയും ഇവിടെ 200 ആണ് കിട്ടിയിരുന്നെങ്കിൽ 200 plus 197/2 ഇവിടെ ആവറേജ് ചെയ്തതുപോലെ ഒന്നും കൂടെ ആവറേജ് ചെയ്ത് ഈ വാല്യൂ അവിടെ അത് ചെയ്യുമ്പോൾ വേറൊരു വാല്യൂ കിട്ടും.
ആ വാല്യൂ വെച്ചിട്ട് എപ്സിലോൺ എസ് ടി കണ്ടുപിടിക്കുക, ആ വാല്യൂ വെച്ച് എഫ് എസ് ടി കണ്ടുപിടിക്കുക, അങ്ങനെ പിന്നെയും എക്സ് യു കണ്ടുപിടിക്കുക. അപ്പോൾ കുറച്ചും കൂടെ അടുത്തുള്ള വാല്യൂ കിട്ടും. സോ ദ പ്രോസസ് ഹാസ് ടു ബി റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ക്ലോസർ ആയിട്ടുള്ള വാല്യൂ കിട്ടുകയാണ്, നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പകരം ഈ രണ്ട് വാല്യൂസിൻ്റെ ആവറേജ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് ദിസ് ഈസ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫോർ ദി ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് നമ്മൾ എഴുതുകയാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫോർ ദിസ് സെക്ഷൻ ഈസ് mu is equal to കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ചെയ്യാം. ഞാൻ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ചെയ്യാം. 0.36 FCK BXU ഇൻറ്റു D മൈനസ് 0.42 XU. പകരം ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം വേണമെങ്കിലും ചെയ്യാം. ടെൻസൈൽ ഫോഴ്സ് 0.87 FY അല്ല, FST ആണ് എടുക്കേണ്ടത്. FST ഇൻറ്റു AST ഇൻറ്റു D മൈനസ് 0.42 XU. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിവിടെ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുകയാണ്. 0.36 ഇൻറ്റു 20 ഇൻറ്റു വിഡ്ത്ത് ഈസ് 200 ഇൻറ്റു 197.5. ഓക്കെ, 197.5 ഓക്കെ ഇൻറ്റു D എത്രയാണ്? 400 മൈനസ് 0.42 ഇൻറ്റു 197.50. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 90 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. 90 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ മില്ലിമീറ്റർ. അതിനെ കിലോ ന്യൂട്ടൺ മീറ്റർ ആക്കാൻ ഡിവൈഡഡ് ബൈ 10⁻6 ചെയ്യുമ്പോൾ 90 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. സോ ദിസ് ഈസ് ഹൗ യു അനലൈസ് ആൻ ഓവർ റീഇൻഫോഴ്സ്ഡ് ബീം സെക്ഷൻ. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓവർ റീഇൻഫോഴ്സ്ഡിൻ്റെ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഒരിക്കലും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരിക്കലും ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനെ ഡിസൈൻ ചെയ്യാൻ പാടില്ല. അനാലിസിസിന് ചിലപ്പോൾ നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ XU ഗ്രേറ്റർ ദാൻ XU മാക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫർദർ അനലൈസ് ചെയ്യും. പക്ഷേ ഒരിക്കലും ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനായിട്ട് ബീമിനെ ഡിസൈൻ ചെയ്ത്